بسم الله الرحمن الرحيم قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. സമയം വളരെ വിലപ്പെട്ടതാണ്. അമൂല്യമായ രണ്ട് അനുഗ്രഹങ്ങളാണ് ഒഴിവു സമയവും ആരോഗ്യവുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ മനുഷ്യന്റെ പരമലക്ഷ്യമായ പരലോക വിജയത്തിലേക്ക് തെളിക്കാൻ സാധിച്ചാൽ യഥാർത്ഥ ജീവിതത്തിന്റെ താളമറിഞ്ഞ ഒരു ഉത്കൃഷ്ട സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. ജീവിതത്തെ ആവിധം ട്യൂൺ ചെയ്യാൻ സഹായിക്കുന്നതിനായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു tuneislam.com. വിശ്വാസ കർമ്മ സ്വഭാവ ചരിത്രപാഠങ്ങൾ കുടുംബങ്ങളോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കാനും ഇസ്ലാമിക വിഷയങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. tuneislam.com. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വർഷത്തെ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് നമ്മളെല്ലാവരും ലക്ഷ്യം വെച്ചതുപോലെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കുറേയധികം ആളുകൾ ഈ പ്രോഗ്രാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹികൾ, നേരത്തെ തന്നെ നാട്ടിലെത്തിയ ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് ഇതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് ഇവിടെ വെച്ച് ചേർന്നിരുന്നു. അതിൽ വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ഇപ്രാവശ്യത്തെ ഗ്ലോബൽ മീറ്റ് എന്തായിരിക്കണം, എങ്ങനെയാവരുത് എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഡിസ്കഷൻ നടന്നതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അതിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ നമ്മുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ വിവിധ കമ്മിറ്റികളുമൊക്കെ ഈ കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഈ സമയം വരെയും, സമയം കുറച്ച് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് സമയം പോയത് അറിഞ്ഞിട്ടില്ല, കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇത് ഇങ്ങനെ തന്നെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അനിവാര്യമായ സമയങ്ങളിൽ നിങ്ങളുടെ ഇടപെടലുകളും ഒക്കെയായി ഒരു സുദീർഘമായ ക്ലാസുകൾ എന്നതിനപ്പുറം ഇവിടെ ഒരു വരി പോലും നമ്മുടെ പ്രവാസികളുമായി ബന്ധമില്ലാത്തത് ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് നമ്മളതിന്റെ ക്രമം. അപ്പൊ അതിലെനിക്ക് ഒന്ന് നമ്മുടെ ഈ സീറ്റിംഗ് കപ്പാസിറ്റിയിലൂടെ കുറച്ച് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറഞ്ഞതായിട്ടാണ് കാണുന്നത്. എന്നാൽ അവിടെ പിന്നെ ബാക്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ഈ പ്രോഗ്രാമും ഭംഗിയാവും. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇത് കേവലം നമ്മൾ ഒരു വിവാഹ സൽക്കാരത്തിന് വന്നു പോകുന്നത് പോലെ വന്നു പോവുക എന്നത് നമുക്ക് നഷ്ടമാണ്. നമ്മൾ സംഘടിപ്പിച്ച നമുക്കും വരുന്ന നമുക്കും നഷ്ടമാണ്. ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് പോയി ജസ്റ്റ് എല്ലാരെയും കണ്ട് സലാം പറഞ്ഞു പോരാം എന്ന ഒരു വളരെ സിമ്പിളായി ഇതിനെടുക്കുന്നതിന് പകരം ഇത് കുറച്ച് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകളൊന്നും ലീവാണ്, ഇല്ലാത്ത ലീവ് കൊടുത്തിരിക്കുകയാണ്. അത് പറയാൻ കാരണം എന്താ വെച്ചാല് നിങ്ങളും ലീവിലാണ്. നിങ്ങളിപ്പോ ഒരു മാസം, അരമാസം, 2 മാസം ഒക്കെ ലീവാണ്. ഇന്നലെ എയർപോർട്ടിൽ ഇറങ്ങി, ഇന്ന് രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം കൊണ്ടാണത്. അപ്പൊ നമ്മളെല്ലാവരും തുല്യരാണ് ഈ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ വന്നത് നമുക്ക് മുതലാക്കിയിട്ടേ പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ആ നിലക്ക് എന്ത് ചെയ്യണം, ഇതിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ സമയം തീരുന്നത് വരെ, ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നാലും അപൂർവം ചില ഗൾഫ് സംഗമങ്ങളിൽ കാണാറുള്ളത്, അത് കഴിഞ്ഞാല് പിന്നെ എനിക്ക് അവിടെ കൂടി കല്യാണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ചില ആളുകൾ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാതെ നമ്മൾ ഇത് പൂർണ്ണമായി എന്തെങ്കിലും നമുക്ക് ഇവിടെ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും കിട്ടുള്ളൂ. കുറെ കാര്യങ്ങൾ ഇവിടെ സംവദിക്കാനുണ്ട്. അതൊക്കെ ഓരോ പണ്ഡിതന്മാരോട് കൃത്യമായ ധാരണയാക്കിയിട്ടുണ്ട്. അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒന്നാമത് പറയാനുള്ളത് അത് തന്നെയാണ്. അവസാനം വരെ നമ്മളെല്ലാവരും ഉണ്ടാവുക.
പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് ഇവിടെ 8 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും, 9 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം കറക്റ്റ് 9 മണിക്ക് നടത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവാസികളെ കാണാൻ സാധിച്ചു. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരു കൃത്യനിഷ്ഠതയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇനിയും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം ജീവിതത്തിൽ മൊത്തം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കഴിഞ്ഞ ചർച്ചകളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു മാറ്റം ഉണ്ടാക്കുക എന്നത് ഒരു പട്ടാളച്ചിട്ട കൊണ്ട് നമുക്ക് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ പ്രതിഷേധിച്ചതുകൊണ്ടോ ഒന്നും നമുക്കൊരു പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ പരിശോധിച്ച് അറിയാൻ പറ്റും. ചില പിതാക്കന്മാരൊക്കെ ഇപ്പൊ നേരത്തെ അരിസ്മലി ഇവിടെ സൂചിപ്പിച്ച കാര്യത്തില് പെൺകുട്ടികൾ ഒളിച്ചോടുക, അതല്ലെങ്കിൽ അതിന്റെ പ്രവണതകൾ കാണിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തില് അന്നു മുതൽ അങ്ങോട്ട് ദീന് നടപ്പാക്കാനാണ് ശ്രമിക്കുക. ഒരു പോലീസുകാരനെ പോലെ റൂമിലിട്ട് പൂട്ടി ആകെ അനങ്ങാൻ പാടില്ലായിരുന്നു സംഗതി. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആരാണെങ്കിലും ആ ഒരു സമയത്ത് ചെയ്തു പോകും, അത് വേറെ വിഷയം. പക്ഷെ ഇതിനൊക്കെ എന്താ പരിഹാരം? ഇതിന് വളരെ നേരത്തെ ഇതിന്റെ പരിഹാരങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അതിന് ബോധവൽക്കരണം തന്നെയാണ് ആവശ്യം. ഇപ്പൊ കല്യാണ വീടുകളിൽ ഉണ്ടാകുന്ന അനിസ്ലാമിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ വന്നു. അതിലൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞതാണെന്ത്? നമ്മൾ ദഅവത്ത് ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, പിന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അവർക്ക് ആ നമ്മളെ ദഅവാ പ്രവർത്തനങ്ങളും കാര്യങ്ങളിലേക്കുമൊക്കെ അവരെ വിളിക്കാനും അതുപോലെ അവരിലേക്ക് എത്തിക്കാനും ആ നിലക്കുള്ള കുടുംബ സന്ദർശനങ്ങളും കാര്യങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഇസ്ലാമിക പ്രബോധനം തന്നെയാണ് നമുക്ക് എല്ലാത്തിനും പരിഹാരം. ആ പ്രബോധനം ആണ് നമുക്ക് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നിർവഹിക്കാനുള്ളത്. ഈ ഗ്ലോബൽ ഇസ്ലാഹി മീറ്റിൽ പങ്കെടുക്കുന്ന, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നാട്ടിൽ നടക്കുന്ന അനിസ്ലാമിക കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെല്ലാവരും വേദനിക്കുന്നു. ഇന്ന് എല്ലാവർക്കും വേദനിക്കാൻ, സ്വന്തം അഡ്രസ്സിൽ വേദനിക്കാൻ, വേദന ലോകത്തോട് പറയാൻ അവസരമുള്ളൊരു കാലത്താണ് നമ്മളുള്ളത്. കാരണം ഫേസ്ബുക്ക് ഓണാക്കിയിട്ട് നേരെ ഫേസ്ബുക്ക് ഓണാക്കിയാൽ ചോദിക്കും വാട്ട് ഇസ് യുവർ മൈൻഡ്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വേദന മുഴുവൻ പറയാൻ പറ്റും. വേദന എല്ലാവരും ഒന്ന് പറയുന്നുണ്ട്. കുട്ടികള് ഇറങ്ങിപ്പോട ആ റാഹി റാഹി എന്ന വിളി, ആ വിളിയുള്ള ആ വീഡിയോ എത്രമാത്രം നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പല ആളുകളും. ഇതുപോലെ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ ഇഷ്യൂസുകൾ നമ്മൾ വരുന്നത് മുഴുവൻ നമ്മൾ ഷെയർ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെല്ലാം ഷെയർ ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാതിരിക്കാൻ, ഇതെന്റെ വീട്ടിൽ സംഭവിക്കാതിരിക്കാൻ, എന്റെ മഹലിൽ സംഭവിക്കാതിരിക്കാൻ, എന്റെ നാട്ടിലില്ലാതിരിക്കാൻ, ഞാൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാഹി സെന്ററിന്റെ പരിധിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? വാട്സപ്പിൽ വരുന്ന പോസ്റ്ററുകൾ ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക എന്നതിലപ്പുറം ക്രിയാത്മകമായി ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഗൾഫ് ഇസ്ലാഹി സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആരംഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചോദിക്കാൻ നമുക്ക് ഇന്ന് പ്രാപ്തി നേടേണ്ടത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ദഅവത്തിന് ഈ പ്രവാചകന്മാർ ഇനി വരാനില്ല. അന്ത്യപ്രവാചകൻ വന്നു കഴിഞ്ഞു. ഇനി ആ കാര്യം നിർവഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. അത് നിർവഹിക്കുക എന്നുള്ളതിന് ഒരു ആരെങ്കിലും കാത്തു നിൽക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വ്യക്തിപരമായി ചെയ്യണം. ചില ആളുകൾക്ക് ഇപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്വർഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിസ്കാരം നോമ്പ് സക്കാത്തൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടിയാ പോരെ, ഞാൻ എന്തിനാ ഈ കാര്യത്തിനൊക്കെ നിൽക്കേണ്ട കാര്യം? അത് കുറച്ചുകൂടി വാചാലമായി താത്വികമായി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്താ അതിന് ന്യായം പറയാന്നത്? ഈ സംഘടനാ പ്രസ്ഥാനം അതുപോലെയുള്ള മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈടായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും പിളർപ്പുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മളിതിനു വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞ് ഇനി അതേപോലെയൊക്കെ വായിപ്പോവും. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നുമില്ല, ഞാനിവിടെ മാറി നിൽക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, ആ ഖുർആൻ ക്ലാസ്സിന് പോകും, കേട്ടുപോരും. അതുപോലെ തൊട്ടടുത്ത് ജുമാഅത്ത് പള്ളി ഉണ്ട്, അവിടെ പോയി നിസ്കരിച്ചു പോരും. വേറെയുള്ള കാര്യങ്ങളിലൊന്നും ഞാനില്ല, അതിന്റെ കുറ്റയെടുത്തൊക്കെ എന്നെ കൊണ്ട് കഴിയില്ല. ഇതൊക്കെ പറയുമ്പോൾ ദഅവത്ത് നടത്താൻ ചെന്നവൻ വരെ എന്ത് ചെയ്യും? അങ്ങനെ പറയണത് ശരിയാണല്ലോ, ഞാനും ഇപ്പൊ അങ്ങനെയാകുക നന്നാകുക എന്നുള്ളടത്തേക്ക് ഇവനും തിരിച്ചു ചിന്തിക്കുന്ന കോലത്തേക്കാണ് കാര്യങ്ങൾ പോണത്. യഥാർത്ഥത്തിൽ ഇതാണോ ഇസ്ലാമികമായ ബാധ്യത എന്ന് പറയുന്നത്? അല്ല, ഒരിക്കലും അല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് പരലോകത്ത്, ഇഹലോകത്തും പരലോകത്തും പൂർണ്ണ സുരക്ഷിതത്വം അഥവാ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യം നിർബന്ധമാണ്. ആ 4 പറഞ്ഞു, 1 വിശ്വാസവും, 2 അമലുസാലിഹാത്തും, 3 എന്താണ്? ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ.
ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആർക്കാ അർത്ഥം അറിയാത്തത്? 4 കാര്യം പറഞ്ഞു. വിശ്വസിക്കുക, അമലു സ്വാലിഹാത്തുകൾ ചെയ്ത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇനി ഗ്ലോബൽ ഇസ്ലാമിക് മീറ്റ് സംഘടിപ്പിക്കണ്ട, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വേണ്ട, ഇവിടെ ദഅവത്തും പ്രബോധനവും പരിപാടി ഒന്നും വേണ്ട, അങ്ങനെ ഓരോരുത്തരും അനുസരിച്ച് പോയാൽ മതി എന്നാണ്. അല്ല, ഇത് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം എന്നാണ്. ആ രംഗത്ത് വരുന്ന എന്തൊക്കെ വിഷമുണ്ടോ അതൊക്കെ നിങ്ങൾ സഹിക്കും വേണം. ആ ക്ഷമ പരസ്പരം അതും നിങ്ങൾ കൈമാറണം. എന്നാൽ നിങ്ങൾ ഹുസറിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. ആ രക്ഷപ്പെടണമെങ്കിൽ ഇത് നമ്മൾ നിർവഹിക്കണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇവിടെ വന്ന് ഓരോരുത്തരും അവനാൻ ഹിസ്റ്ററി എന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എന്ന് മുതലാണ് 5 വക്ത് കൃത്യമായി നമസ്കരിക്കാൻ ആരംഭിച്ചത്? എന്നാണ് നമ്മൾ ആ തിന്മ പൂർണ്ണമായി അവസാനിപ്പിച്ചത്? എന്നാണ് നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ തുടങ്ങിയത്? എന്നാണ് ഇങ്ങനെയുള്ള ഒരു ദീനീ പ്രബോധന മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരാൻ നമുക്ക് തോന്നിയത്? ഇതിന്റെ പിന്നിൽ ഒന്നുകിൽ ഒരു ഹുതുബയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CD കേട്ടിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ തിരക്കിനിടയിൽ ആരെങ്കിലും നമ്മളോട് കയറി വന്ന് നമ്മളോട് പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു സംസാരത്തിന്റെ പിൻബലം അതിന്റെ പിന്നിലുണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു നിമിത്തമില്ലാതെ നമ്മൾ ഈ മാർഗത്തിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നിങ്ങൾ ആ പോയിന്റിലേക്ക് നിങ്ങളുടെ ചിന്ത പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ, ഇങ്ങനെ ഇനിയും ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരെ ചിന്തിപ്പിക്കാൻ ആരാണ് ഇനി ഇവിടെ ഉള്ളത്? ഇനി ഏത് പ്രവാചകനാണ് അതിന് വരിക? ഇനി ഏത് പ്രവാചകൻ വരും? സാധാരണ ബസ് കയറിയ ഒരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം ഈ വിഷയത്തിൽ നമുക്ക് പാടില്ല. എന്താ ബസ് കയറുന്ന മനഃശാസ്ത്രം അല്ലേ? നമ്മൾ ബസ് സ്റ്റോപ്പിൽ ബസ് നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും ഒരു ബസ് നിർത്തിയാൽ മതി വിചാരിച്ച് ഇങ്ങനെ എട്ടങ്ങാറായി നിന്ന് കൈ കാണിച്ച് ബസ് നിർത്തുമ്പോൾ അൽഹംദുലില്ലാ വേഗം ചാടി കയറി പിന്നെ ഈ ബസ് ഇങ്ങനെ പോകുമ്പോൾ 2 സ്റ്റോപ്പിൽ നിർത്തിയ അപ്പൊ നമ്മൾ പറയാൻ തുടങ്ങുന്നത്, എന്താ ഈ ബസ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നത്, കൈ വിടാത്ത എന്താ ഡ്രൈവർ ഇങ്ങനെ? അപ്പൊ ഇങ്ങനെ ആകെ പ്രശ്നമായി നമുക്ക്. യഥാർത്ഥത്തിൽ ഇപ്പോ നേരത്തെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഡോസ് ഇല്ലല്ലോ, നമ്മൾ കയറി കഴിഞ്ഞ പിന്നെ ഇതിലാരും കയറണ്ടെന്നുള്ള രൂപം അങ്ങനെ ഉണ്ടോ? അതല്ല, നമ്മൾ കയറിയ പോലെയുള്ള സ്റ്റോപ്പ് നമ്മൾ ഇടങ്ങാറ് അനുഭവിക്കുന്ന അനുഭവങ്ങൾ എല്ലാ സ്റ്റോപ്പിൽ നിൽക്കുന്ന മനുഷ്യന്മാർ അനുഭവിക്കുന്നത്. അവർക്കൊക്കെ വേണം അതിൽ കയറുക. അവരൊക്കെ നമ്മൾ എത്തേണ്ട അടുത്ത് എത്തണം. അതിന് നമ്മൾ അധ്വാനിച്ചേ പറ്റൂ. അതിന് നമ്മൾ സ്വദേശത്തും വിദേശത്തും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യണം. വിദേശികൾ എന്ന നിലക്ക് ഈ വന്നിരിക്കുന്ന ആളുകൾ അതിനോട് നല്ല ബന്ധമുള്ളവരാണ്. അവരാണ് ഈ ചുരുങ്ങിയ ലീവിന് വന്നാൽ ഇവിടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക എത്തിപ്പെടുന്നത്. ഇതൊന്നും വെറുതെ എത്തിപ്പെടുന്നതല്ല. ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ട് സമയം പിശുക്കിയെടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഗൗരവം കൊണ്ട് തന്നെയാണ്. എന്നാലും പറയണത് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണലായിട്ട് ഇതിൽ നമ്മൾ ആരുടെയും ഒരു മോട്ടിവേഷൻ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കാൻ ഇനിയും നമ്മൾ തയ്യാറാകണം എന്ന് തന്നെയാണ്. അത് സംഘടിതമായി തന്നെ നിർവഹിക്കുമാണ്. ഇപ്പൊ ഇസ്ലാമിക് സെന്ററുകളാണ് ഓരോ സ്ഥലത്തുള്ളത്. ആ സെന്ററുകളുമായി സഹകരിച്ച് അവിടെയുള്ള ക്ലാസ്സുകളിലും കാര്യങ്ങളൊക്കെ സഹകരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു രൂപം നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം എന്ന് പറയുന്നത് എന്താ, ഇന്നലെ വരെ ഒരു വിദേശിയായ ഒരാൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വോയിസ് അയച്ചിരുന്നു. ഞാൻ പരിചയമുള്ള ഒരാളൊന്നുമല്ല, എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അയച്ചിട്ടുള്ളത്. അപ്പൊ അയാൾ പറയണെന്താ വെച്ചാൽ അയാൾ മുഖേന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം അയാൾക്ക് ഇസ്ലാമികമായ മര്യാദകൾ ഇപ്പൊ പാലിക്കാൻ കഴിയുന്നില്ല, പല അപകടങ്ങളും സംഭവിക്കുന്നു, എന്താ ഇത് ചെയ്യാന്നാ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണ്, അതന്നെ പ്രശ്നം. ഇത് നമുക്കൊരു വേലിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഏത് വിദേശ രാജ്യത്തിൽ എവിടെയാണെങ്കിലും ഇത് നമുക്കൊരു വേലിയാണ്. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മൾ ജീവിച്ചാൽ ഒന്ന് നമ്മുടെ പരലോകം നമുക്ക് കിട്ടും. നമുക്ക് എന്ത് തെറ്റ് മനസ്സ് തോന്നിയാലും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എപ്പോഴും നമ്മളെ തിരുത്താൻ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അതാണ് ഈ സംഘത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വം നമുക്ക് പറയാനുള്ളത്. വേറൊന്നുള്ളത് എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതുകൊണ്ട് കിട്ടണ നന്മ നമ്മളെ ഖബർക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അത് ഇതുകൊണ്ട് മാത്രം കിട്ടുന്ന കാര്യമാണ്. നമ്മളെ പ്രഭാഷകന്മാരും ആളുകളും പണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് എന്തുകൊണ്ടാ? മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണ മാതിരി വലിയ ഇതിന്റെ സാമ്പത്തിക ബെനിഫിറ്റ് ഒന്നും ആരും ആലോചിച്ചിട്ടില്ലല്ലോ. അവരെ കുടുംബവും വീടും നാടൊക്കെ വിട്ടിട്ട് ഓടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് മരിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവരണം കിട്ടിയാൽ എല്ലാം മാറ്റിവെച്ച് ഓടിക്കതച്ചെത്തി അതിന് മയ്യത്ത് സ്കരിക്കാനും ആൾക്കാർ കണ്ടില്ലേ. നമ്മൾ MSMന്റെ സാധാ പ്രവർത്തകന്മാര്, വലിയ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും അല്ല, സാധാ പ്രവർത്തകന്മാര് വരെ മരണപ്പെട്ടാൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഓടിയെത്തി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പ്രവർത്തകൻ കാരണമാണ് എനിക്കൊരു തൗഹീദ് കിട്ടിയത്, എന്റെ മകൻ നന്നായത് ഇയാളെ പ്രസംഗം കൊണ്ടാണ്, ഇയാളെ പ്രവർത്തനം കൊണ്ടാണ്, ഇയാൾ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹിയുടെ കാലത്ത് നടത്തിയ ആ പരിപാടി കൊണ്ടാണ് എനിക്കൊരു വെളിച്ചം കിട്ടിയത്. അതുകൊണ്ട് അയാൾക്കൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, ആ മയ്യസ്കാരത്തിന് ഞാൻ പോകാതെ കൂല എന്ന് മനസ്സുകൊണ്ട് തോന്നാൻ കാരണം എന്താ? നമ്മളെ കൊണ്ടൊരു ഉപകാരം കിട്ടിയതുകൊണ്ടാണ്. അത് അവിടെ അവസാനിക്കൂല, അത് നമ്മുടെ കബറിലും കിട്ടും, നമുക്ക് നാളെ പരലോകത്തും കിട്ടും.
അങ്ങനെ നമ്മൾ ആളുകളുടെ മനസ്സിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരാളായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. അതെന്തിനാ? നമ്മുടെ പരലോകം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ ഇതുകൊണ്ട് കിട്ടണ ഏറ്റവും വലിയ മഹത്വം. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, നാടുമായിട്ടും വീടുമായിട്ടും ഒന്നും ബന്ധമില്ലാതെ നമ്മൾ കുറെ ഗൾഫ് പോണു, തിരിച്ചു വരുന്നു, അങ്ങനെ നമ്മളും മരിച്ചു പോകുമ്പോൾ ആരും അത് അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു വലിയ മുതലാണ്, ഇത് വലിയൊരു മുതലാണ്. ഈ മുതൽക്കൂട്ട് ഈ കൂട്ടായ്മ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ നിലക്ക് തന്നെ അത് എടുക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇതിനു വേണ്ടിയാണ് നമ്മൾ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനുള്ള ഈ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഇതൊരു സംഘടനക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. ഇത് നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുണ്ടാക്കിയത്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ഈ സംഘടനക്ക് വേണ്ടിയല്ല, ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അതിനൊരു മാർഗമാണ്, ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഈ പ്രബോധക കൂട്ടായ്മ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കേണ്ടതല്ല. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ ഒരു നല്ല കാഴ്ചപ്പാടിലാണ് നമ്മളെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒരു എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടീമല്ലത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തോ ഒരു വിഷയം ഉണ്ടായപ്പോ അതിന് കുറച്ച് ആളുകൾ പുറത്താക്കപ്പെട്ടപ്പോ അതിനെ വിമർശിക്കാൻ വേണ്ടി കണ്ട് തൽക്കാലം തട്ടിക്കൂട്ടിയ സംവിധാനമാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നല്ല സുഹൃത്തുക്കളെ, ഇത് നമ്മളൊരു ദൗത്യ നിർവഹണത്തിന്റെ ഒരു തുടർച്ചയും ഒരു മുന്നോട്ട് പോക്കും തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. എന്താ നമ്മളെ ദൗത്യം എന്ന് പറയുന്നത്? കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ശരിയായ സമാധാനത്തിന് ഇസ്ലാമിന്റെ മാർഗം ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അത് വെറുതെ പറയാൻ മാത്രമല്ല. അതിനാണ് നമ്മൾ വിസ്ഡം റൂട്ട്സ് എന്നുള്ള ഒരു പരിപാടി ഉണ്ടാക്കി കേരളത്തിലെ 1,17,00,000 കെട്ടിടങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് അതിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എത്താനുള്ള ശ്രദ്ധയാണ് നമ്മൾ നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് 20-21 ലക്ഷത്തിലധികം കെട്ടിടങ്ങളിൽ നമുക്ക് എത്താൻ കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. ലാസ്റ്റ് നമ്മൾ ആലപ്പുഴയിലാണ് ഒരു വൻതോതിലുള്ള ദഅവ സ്ക്വാഡ് ഡോർ ടു ഡോർ നമ്മൾ നടത്തിയത്. അവിടെ ഒരു 1.5 ലക്ഷത്തോളം വീടുകളിൽ നമുക്ക് ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരൊറ്റ ദിവസം കൊണ്ട് സാധിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയിൽ നടക്കാനിരിക്കുന്നത് ഇടുക്കിയിലാണ്. അടുത്ത ഡിസംബറോട് കൂടി ഇടുക്കിയിലാണ്. തെക്കൻ കേരളത്തെ മൊത്തം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. ആ സമയത്ത് ആരെങ്കിലും നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അന്നത്തെ ഡോർ ടു ഡോറിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ഡിസംബർ മാസത്തിലാവും ഇൻഷാ അല്ലാഹ് അതുണ്ടാവും. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അതിന്റെ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ പീസ് റേഡിയോ തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾക്ക് മുമ്പിലൂടെ അവതരിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ നേർവഴി പ്രഭാഷണങ്ങൾ ഓരോ ദിവസവും 5 മിനിറ്റ് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ആ പീസ് റേഡിയോയിലൂടെയും അതുപോലെ തന്നെ നേർവഴിയിലൂടെയും. ഇന്ന് ജനങ്ങളോട് ഏറ്റവും ഊഷ്മളമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദീനീ സംഘടന എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. അതൊരു അവകാശവാദമല്ല, എല്ലാവർക്കും അനുഭവഭേദ്യമാകുന്ന ഒരു സത്യമാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, കാലികമായി എന്തൊരു വിഷയം വരുന്നോ അത് നമുക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്നത് ഒരു ദഅവ പ്രോജക്ട് നമ്മുടെ അടുത്ത് ഉള്ളതുകൊണ്ടാണ്. അതില്ലാത്ത ആൾക്കാർക്ക് വിചാരിച്ചാല് അത് പത്രത്തിൽ കടലാസായി അത് പ്രസ്താവനയായി മാത്രം വരികയേ ചെയ്യുള്ളൂ. നമ്മളെ സംബന്ധിച്ചാൽ ഇപ്പൊ ഇൻഷാ അല്ലാഹ് 23-ാം തീയതി, നാളെ 22-ആണ്, നാളെ ഡോർ ടു ഡോർ ഡേ ആണ്. അത് എല്ലാ മാസത്തിലും ഒരു ദിവസം ഉണ്ട്. അപ്പൊ നാളത്തെ ഡോർ ടു ഡോർ ഡേയിലുള്ള പ്രധാന മുഖ്യമായ വിഷയം 2 എണ്ണമാണ്. ഒന്ന്, കൊളത്തൂരിൽ സംഭവിച്ച ആ വിഷയം. അതായത് 3 മാസമായിട്ടും മറവ് ചെയ്യാതെ ഒരു മൃതദേഹം സൂക്ഷിച്ചു വെച്ചു, ജീവണ്ടാവും വിചാരിച്ചുകൊണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, എന്താ ഇതിന്റെ അന്ധവിശ്വാസത്തിന്റെ ഊക്ക്. ഇത് തെറ്റാണെന്ന് പറയാനും രംഗത്ത് വരാനും ഇവിടെ ഏത് മുസ്ലിം സംഘടന ഉണ്ടായത്? ആ കൊളത്തൂരിൽ പരിപാടി വെച്ച് നമ്മളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അത് അവിടെ മാത്രമല്ല വിശ്വാസമുള്ളത്, പല സ്ഥലത്തും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ഡോർ ടു ഡോറിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പ്രത്യേകം തെരഞ്ഞെടുത്ത് മാപ്പ് തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ ഈ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബോധവൽക്കരണം നമ്മളെ പ്രവർത്തകന്മാർ നടത്താൻ പോവുകയാണ് നാളെ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ത്? ഈ വർഗീയ ധ്രുവീകരണം. അത് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. അതും നമ്മൾ അഡ്രസ് ചെയ്യണം ഈ സമയത്ത്. ഒരേ ഒരു ജനത, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന കാലികമായ ഒരു പ്രമേയം വെച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 2 മാറ്ററും ഒന്നിച്ചു വെച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിനെതിരിലും അതുപോലെ തന്നെ രാജ്യസുരക്ഷയുടെ യഥാർത്ഥമായ പാഠങ്ങളും പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയാണ് നാളെ ഇൻഷാ അല്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന നിലക്ക് കൊളത്തൂരിൽ തുടങ്ങി. പിന്നെ CM മടവൂർ, മക്കാം മടവൂരിൽ ഒരു കൊലപാതകം ഉണ്ടായത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. അതിന്റെ പിന്നിലൊക്കെ വളരെ ചീഞ്ഞു നാറുന്ന കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഇടപെടാൻ ഇന്ന്
ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം വിളിച്ചോതുന്ന കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികൾക്ക് ഇൻഷാ അല്ലാഹ് ഈ മഴയുണ്ടെങ്കിലും അതിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള പ്രവർത്തന പദ്ധതികളുമായി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ വർഗീയ ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ വിഷയത്തിലുള്ള നീക്കങ്ങൾ നമ്മളിങ്ങനെ നോട്ടീസ് അടിച്ച് എല്ലായിടത്തും റിപ്പോർട്ട് കൊടുക്കാവുന്ന നീക്കങ്ങൾ അല്ല പ്രധാനം. അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല പ്രധാനം, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ടാക്കി പറഞ്ഞോളം നിർബന്ധമൊന്നുമില്ല. എന്നാലും നിങ്ങൾ അറിവിലേക്ക് പറയാനുള്ളത്, ഇവിടെ ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ, ന്യൂനപക്ഷ സംഘടനകൾ ഒന്നിച്ചു നിൽക്കാനും ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള നയതന്ത്രപരമായ നേതൃപരമായ പങ്ക് ഈ കൂട്ടായ്മ നിർവഹിച്ചിട്ടുണ്ട്. കാണേണ്ടവരെ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ 2 മീറ്റിംഗുകൾ ഇപ്പോൾ ആ വിഷയത്തിൽ കഴിഞ്ഞു. ഇന്നലെ എറണാകുളത്ത് മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നു. ഈ അടുത്ത ദിവസം തന്നെ എറണാകുളത്ത് വെച്ചുകൊണ്ടൊരു വലിയ പരിപാടി എല്ലാ മുസ്ലിം സംഘടനകളും അതോടൊപ്പം ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആസൂത്രണവും ആലോചനയും അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഇടപെടാവുന്ന രീതിയിൽ എങ്ങനെ ഇത് ഒരു ഇന്ത്യയുടെ പ്രശ്നമാക്കി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആ വഴിക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രം ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു ഭാഗം സൂചിപ്പിച്ചതാണ്, ദഅ്വാ രംഗത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണം. അതാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും നമ്മൾ സമ്പാദിക്കുന്ന മറ്റു സമ്പാദ്യങ്ങളെക്കാളും ഏറ്റവും വലുതാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുക. അത് ചെറിയ കാര്യമല്ല, അത് അധ്വാനത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിനുള്ളൊരു അവസരമാണ് ഈ പ്രവർത്തന പദ്ധതികൾ. ഒന്നതാണ്. മറ്റൊന്ന്, എനിക്കിവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, പൊതുവെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സജീവരായ അല്പം ദാനബോധമുള്ള, അതായത് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഉണ്ടാകാനുള്ള ഒരു ആശങ്ക അവർ ചോദിക്കാറുണ്ട്. പേഴ്സണലായിട്ടും ഫോണിലൂടെയും നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഇവിടെ സ്വദേശത്ത് നിന്ന് പല കാര്യങ്ങൾക്കും കലക്ഷന് വേണ്ടി വിദേശത്തേക്ക് ആളുകൾ വരാറുണ്ട്. അത് ചിലതൊക്കെ കേൾക്കുമ്പോൾ അതിന് നമ്മൾ നന്നായി സഹായിച്ചു കൊടുക്കും. പിന്നീട് അറിയുമെന്ത് അത് അത്ര സഹായിക്കേണ്ടതായിരുന്നില്ല എന്നത്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങള് ഒരുപാട് പിരിവിന്റെ ആധിക്യം ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത, അല്ലെങ്കിൽ അത് വേണ്ടത്ര ഞങ്ങൾ കൊടുക്കുന്ന പണം ഇവിടെ ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ ആശങ്ക പലപ്പോഴും പ്രവർത്തകന്മാർ ഉന്നയിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 നിർദ്ദേശങ്ങൾ നമ്മൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നെന്താന്ന് വെച്ചാല്, ഈ പിരിവ് സ്വദേശത്തായിരുന്നാലും വിദേശത്തായിരുന്നാലും അത് നമ്മളടുത്തേക്ക് വരാതിരിക്കൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ആളുകളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പണവും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന അങ്ങാടികളിലൊക്കെ ഉണ്ടാവും. വരുന്ന ആളുകളെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ വരാതിരിക്കാൻ വേണ്ടി വലിയ ഗേറ്റും നായനെയൊക്കെ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവര് മാത്രമല്ല വരാതിരിക്കുക, ഈ വീട്ടിൽ വരേണ്ട ഇവരോട് ബന്ധം സ്ഥാപിക്കേണ്ട ആളുകൾ കൂടി എന്ത് ചെയ്യും, അവിടെ വരാതിരിക്കും. ആൾക്കാർ പൊതുവെ നടന്നു പോകുമ്പോൾ പറയും, ഇവരാരോടും അങ്ങനെ ബന്ധമൊന്നുമില്ല, പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലെന്തൊരു ജീവിതമാണ് അറിയും. അങ്ങനെ അവസാനം നമ്മളിതുകൊണ്ട് എന്തില്ല, നമ്മളെ സമൂഹമായിട്ടുള്ള ബന്ധം തന്നെ വച്ചന് പോകും. അതിപ്പോ അത് തടഞ്ഞു നിർത്താനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അത് ഇവിടെയും കഴിയില്ല, അവിടെയും കഴിയില്ല. ആരും നമ്മളിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വെച്ചാൽ നമുക്കൊരു പോളിസി ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്കൊരു നിലപാടുണ്ടാകുക ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്. അതില് നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന്, നമ്മൾ ഇസ്ലാമികമായിട്ട് ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്കുള്ള വരുമാനവും നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷത്തിൽ നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണ്, എത്ര എമൗണ്ട് നമുക്കൊരു കാര്യത്തിന് ചെലവാക്കാൻ പറ്റും, ദാനം കൊടുക്കാൻ പറ്റും, നമ്മളൊന്ന് കണ്ടെത്തുക. അത് ഏകദേശം ഏരിയകളും തിരിച്ചു വെക്കുക. അതാണ് തീരുമാനിച്ചു വെച്ചാൽ പിന്നൊരു സൗകര്യം എന്താ വെച്ചാൽ, ഒരാള് കലക്ഷൻ ചോദിച്ചു വരുമ്പോഴും ഒരാവശ്യം പറഞ്ഞു വരുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷമുണ്ടാകും. കാരണം നമ്മൾ നീക്കി വെച്ചൊരു പൈസ ചോദിക്കാൻ വരികയാണ്. അതിന്റെ മനോഭാവത്തിന്റെ വ്യത്യാസം ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നറിയോ, ഒരു വർഷം കഴിയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താണ്, കുടുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടാവും, ഒഴിവാക്കാൻ കൊടുത്തിട്ടുണ്ടാവും, പലതും ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എത്രത്തോളം കൂലിത്തിട്ടുണ്ടാവും നല്ലോണം ആലോചിക്കണം.
അല്ലേ? നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറയുന്നത് അത് അവരൊക്കെ പാടെ വന്നപ്പോ പിന്നെ എന്താ ചെയ്യാ അല്ലേ? ആണ് കൊടുത്തു, ഞാനാണ് കൊടുത്തത്, കൊടുത്ത് ഒഴിവാക്കി, ഇനി കൂലി കിട്ടിയാലും വേണ്ടല്ലേ കൊടുത്ത് ഒഴിവാക്കി എന്നൊക്കെ പറയും ചില ആൾക്കാർ. അങ്ങനെ ആവരുത്. ഒരു പണം ഒരു രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് കിട്ടണം. അതിന് ആയിരം നീയത്താക്കുന്നത്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു 50,000 റുപ്യ ഒരു കൊല്ലം കൊടുക്കാൻ പറ്റുക, അത് തീരുമാനിക്കുക. ഒരു 20,000 കൊടുക്കാൻ പറ്റാൻ തീരുമാനിക്കുക. അപ്പൊ അത് എനിക്കിത് കിട്ടിയ ഈ ആശയം കിട്ടിയ ഒരു സുഹൃത്ത് പറഞ്ഞാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ ഈ കടം കൊടുക്കുന്ന വിഷയത്തിന് എന്ത് ചെയ്യും, ഒരു ചെറിയ ഫണ്ടിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കും. കടം കൊടുക്കാൻ മാറ്റി വെക്കുക മനസ്സുകൊണ്ട്. അപ്പൊ എന്താ വെച്ചാൽ എന്തായാലും നമ്മളോട് ആരെങ്കിലും കടം ചോദിക്കും. ആ കടം ചോദിക്കുമ്പോൾ അതെടുത്ത് കൊടുത്താൽ മതി. അപ്പൊ എടുത്ത് കൊടുക്കുമ്പോ എന്തായി, ആ കടം കൊടുത്തതിന്റെ കൂലി കിട്ടും, അത് നീട്ടിക്കൊടുത്തതിന്റെ കൂലി കിട്ടും. പിന്നെ അയാൾ തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യും, അത് വേറൊരാൾക്ക് കടം കൊടുക്കുക. അപ്പൊ എന്ന് കടം കൊടുക്കാൻ ഒരു പൈസ പറ്റുന്നോ അതിന്റെ കൂലി ഇങ്ങനെ കിട്ടും ചെയ്യും. ഇതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെങ്കിൽ, തീരുമാനത്തിന്റെ ഭാഗമാണെങ്കിൽ ഇതിന്റെ കൂലി കിട്ടും, നല്ല സന്തോഷമായിരിക്കും കൊടുക്കുമ്പോഴൊക്കെ. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിലോ കടം കൊടുക്കുന്നുണ്ടാവും, അതിന്റെ ബാഹ്യരവും പറയും, കൊടുത്തിട്ട് എന്താ കാര്യം, കിട്ടൂല, ഏതായാലും കൊടുത്തു എന്നും പറയും. അപ്പൊ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. അതേപോലെ തന്നെ കലക്ഷന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സ്ഥാപനമോ അതുപോലെ തന്നെ പള്ളീസും മദ്രസ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ലെറ്റർ അവരെ കയ്യിലുണ്ടാവും. ആ ലെറ്ററിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും തന്നെ പിന്നെ ആ ലെറ്റർ ഒരിക്കലും തന്നെ നമുക്ക് ഇവിടെ അത് തീരെ ശ്രദ്ധിക്കാതെ കൊടുക്കുന്ന ഒരു ലെറ്റർ അല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചും അത് പ്രധാനമായി പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചും അത് അത്യാവശ്യമാണ് ആ നാട്ടിൽ എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അങ്ങനെയുള്ള ലെറ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകാറുള്ളൂ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കണം. അതല്ലാതെ ചോദിക്കുന്നവർക്കൊക്കെ ലെറ്റർ എഴുതി കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വളരെ ആവശ്യമുണ്ട് എന്ന് തോന്നിയവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പൊ അത് ആ കാര്യം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതല്ലാത്തവർക്ക് അതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വയം നമ്മളൊരു പോളിസി അനുസരിച്ച് ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്കത് റിലവന്റ് ആണെന്ന് തോന്നുന്നുവെങ്കിൽ ആ കാര്യത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇടപെടുക. അത്രേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അത് ആ കാര്യത്തിൽ അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പറയാൻ ഒരു മുൻഗണനാക്രമം നമ്മൾ നിശ്ചയിക്കണം എന്നുള്ളതാണ്. നമ്മൾ കൊടുത്താൽ നമ്മുടെ കവറിലേക്ക് കിട്ടുന്ന രൂപത്തിലായിരിക്കണം കാര്യങ്ങൾ. അതിന് മുൻഗണനാക്രമം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഏറ്റവും വിശ്വസ്തമായി കാര്യങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൂടെ നിർദ്ദേശിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നടത്തുന്ന നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ വിസ്ഡം റൂട്ട്സ്, അത് ഇനി ഏകദേശം ഒരു 60-70 ലക്ഷം വീട്ടിൽ നമുക്ക് കയറേണ്ടതുണ്ട്. ഒരു 10-15 രൂപ എന്ത് ചെയ്യും, ഒരു വീട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോഴേക്കും അതിന്റെ ചെലവ് വരും. അപ്പൊ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കൽ എല്ലാവർക്കും തീരുമാനിക്കാവുന്നതാണ് എന്ത്, കുറച്ച് ക്യാഷ് ഞാൻ ആ റൂട്ട്സിന്റെ വിഭാഗത്തിലേക്ക് നീക്കി വെക്കാം. നിങ്ങൾക്ക് അതെന്താണ് ഇന്ന് ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അതുപോലെ നമ്മൾ റേഡിയോന്റെ കാര്യത്തിന് നീക്കി വെക്കാം. ഓരോരുത്തരും പേഴ്സണലായിട്ട് തീരുമാനിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. അത് നമുക്ക് ദാനത്തിന്റെ മാർഗത്തിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം, കോഴിക്കോട് നമ്മൾ സ്ഥലം വാങ്ങിച്ചു, 44 സെന്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. ഈ ബാക്കിയുണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ. അത് ഇൻഷാ അല്ലാഹ് പൂർത്തിയാകുന്ന അവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കുറച്ച് ആളുകൾ അതിൽ ഓഫർ ചെയ്തതുണ്ട്. ആ ഓഫർ ചെയ്തത് കിട്ടിയാലേ ഇത് പൂർത്തിയാവുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോ അപൂർവമായി, ഞാൻ വളരെ കാലടച്ച് പറയുന്നില്ല, അപൂർവമായി കാണുന്ന ഒരു പ്രവണത എന്താ വെച്ചാൽ, നമ്മൾ ആരെങ്കിലും നമ്മളെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയ വേഗം നമ്മൾ ഓഫർ പറയും. ആ ഓഫർ പറഞ്ഞത് പൂർത്തിയാക്കുക എന്നത് അപൂർവം ചില ആളുകളെങ്കിലും ഒരു ഉദാസീനത കാണിക്കുന്നുണ്ട്. അത് ഗുരുതരമാണ് എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തും. കാരണം ഇത് ഖബറിൽ ബാധ്യതയാണ് ആ വിഷയം. ഒരു വാഴ്തു പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അത് പിന്നെ അയാൾ എന്നോട് ചോദിച്ചില്ല, പിന്നെ ആരും അന്വേഷിച്ചില്ല, ഇതൊന്നും അതിന് നമുക്ക് എക്സ്പ്ലനേഷൻ അല്ല. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി ആരോടാണോ പറഞ്ഞ അവരോട് ചോദിക്കണം. എന്താ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ തന്നിട്ടില്ലല്ലോ, എന്താ ചെയ്യുക, എവിടെ എത്തിക്കണം, എന്താ ചെയ്യുക. അത് നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ പറയരുത്. അല്ലെങ്കിൽ നമ്മൾ പറയണില്ല, ഇപ്രാവശ്യം ഞാൻ കൊടുക്കാൻ വിചാരിച്ചൊക്കെ കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം കഴിയുള്ളൂ, അത് അപ്പൊ ബന്ധപ്പെടുന്ന ഒഴിവാക്കുക. ഒരിക്കലും എന്ത് ചെയ്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് അത് ഇനി ബന്ധപ്പെടില്ല. അതൊക്കെ ഒരുപ്പോ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോ ഞാനോട് എഴുതി പിന്നീട് പോയി എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ പറ്റൂല സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും പ്രത്യേകിച്ച് എങ്ങനെ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളെ ഈ വിഷയത്തിലും തന്നെ പറഞ്ഞത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് പ്രത്യേകമായി ശ്രദ്ധിച്ച് അവന്റെ ബാധ്യത പൂർത്തിയാക്കണം. അത് വേർതിരിച്ച് അങ്ങോട്ട് ബന്ധപ്പെടുക എന്നുള്ളതൊന്നും നമുക്ക് പ്രാവർത്തികമാകുന്ന കാര്യമല്ല.
അവനാനറിയാലോ അവനാന്റെ കാര്യം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു സാമ്പത്തിക വിഷയത്തിൽ ഈ ഒരു ശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കുക, മുൻഗണനാക്രമം പാലിക്കുക. നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അതുപോലുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിനമായ ദഅവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഒരുപാട് ചെലവുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്നും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഒരു സ്വന്തം നമ്മുടെ വരുമാനത്തിൽ നിന്നൊരു വർഷത്തിൽ ഒരു വിഹിതം ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. അതൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന നിലക്ക് സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഹൃദ്യമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ ഗൾഫ് ഇസ്ലാഹി സംഘം മുന്നോട്ട് പോകുന്നത്. അവസാനം വരെ എല്ലാവരും ഉണ്ടാകണമെന്നാണ് ഉറപ്പെടുത്താനുള്ളത്. നമ്മൾ ഇന്നുണ്ട് നാളെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മളല്ല നമ്മുടെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്. പിന്നെ ഞാനിങ്ങോട്ട് വന്ന് ഇത് പൂർണ്ണമായി അവസാനിച്ചു പോകാൻ വിചാരിച്ച ഒരാളാണ് ഞാൻ, നമ്മുടെ സംഘാടകർ എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് ഫോൺ വന്നു. എന്റെ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള വീട്ടിലുള്ള ആള്, അദ്ദേഹം ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, ഇന്ത്യയൊക്കെ പ്രായത്തിലുള്ള ആളാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. 4 മണിക്ക് മയ്യത്തെടുക്കും. ആ സഹോദരനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം വിദേശത്ത് പോയി കുറച്ചു കാലം അവിടെ അധ്വാനിച്ച് പിന്നെ നാട്ടില് അല്പസ്ഥലം വാങ്ങി അതിൽ റബ്ബർ വെച്ച് അത് അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വളർത്തി വലുതാക്കാനുള്ള ജോലിക്കാരൊക്കെ ഏർപ്പാട് ചെയ്ത് അത് അത്യാവശ്യം റബ്ബർ വെട്ടാനായി. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ വാങ്ങി സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി ആക്കി അങ്ങനെ നാട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കി ജീവിക്കാനുള്ള ചെറിയൊരു മാർഗവും കണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് അസുഖം വന്നത്. ഇപ്പൊ അത്ര പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. സഹോദരങ്ങൾ, ഇതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും അവസ്ഥ. ഇന്ന് നമ്മളുണ്ട്. നമ്മൾ എടുത്തു വെച്ച ടിക്കറ്റിന് തിരിച്ചു കയറാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു ആ സഹോദരന് മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കുകയും ഉള്ള സമയങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.